നിങ്ങളെല്ലാവരും ഒരുപാട് ഗ്രന്ഥങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും, ഒരുപാട് ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ ലൈബ്രറികൾ സൂക്ഷിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഗ്രന്ഥം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയവും നഷ്ടവുമാണ്. ഇത് മനുഷ്യരാശിയുടെ വിജയത്തിനു വേണ്ടി മനുഷ്യന്റെ സൃഷ്ടാവായ കാരുണ്യവാനായ സർവേശ്വരൻ അള്ളാഹു, പ്രപഞ്ചത്തിന്റെ അധിപൻ, ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടം നമുക്കറിയാം. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ ജീവനോടുകൂടി കുഴിച്ചുമൂടപ്പെട്ടിരുന്ന, നിസ്സാര ഗോത്ര പക്ഷപാതിത്വത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ പരസ്പരം കഴുത്തറുത്തിരുന്ന, നീണ്ട പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്തിരുന്ന, വളരെ സങ്കുചിതമായ, സ്വാർത്ഥമായ, കുടിലമായ വംശീയ താൽപര്യങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനം എന്തെന്നറിയാത്ത ഒരു ജനതയിലേക്കാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഗ്രന്ഥവുമായി കടന്നു വന്ന പ്രവാചകനാകട്ടെ നിരക്ഷരനായ ഒരു പ്രവാചകൻ. പക്ഷേ 14 നൂറ്റാണ്ട് കൊണ്ട് ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ മഹത്തായ ഗ്രന്ഥത്തിന് സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഈ ഗ്രന്ഥം വായിച്ചിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. ഒന്ന്, നാം കുടിക്കുന്ന വെള്ളവും നാം ശ്വസിക്കുന്ന വായുവും നാം വസിക്കുന്ന ഈ ഭൂമിയും ആരുടേതാണോ ആ ദൈവമാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്, അതിന്റെ വാക്കുകളുടെ ഉടമ ലോകത്തിന്റെ അധിപനായ, വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത, സർവേശ്വരനായ ഏകനായ ദൈവമാണ്. രണ്ടാമത്തേത്, ആ ഗ്രന്ഥം ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന മഹാനായ പ്രവാചകൻ ജീവിതത്തിന്റെ ഒരു തലത്തിലും ഏതെങ്കിലും ന്യൂനതകൾ, ഏതെങ്കിലും നന്മയ്ക്ക് വിരുദ്ധമായ ഒരു അംശം പോലും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത, ശത്രുക്കളാൽ പോലും പ്രശംസിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയായ മുഹമ്മദ് നബിയാണ് ഈ ഗ്രന്ഥവുമായി ലോകത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഗ്രന്ഥമാകുന്ന ഇത്, സഹോദരങ്ങളെ, നാം അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും മനുഷ്യൻ തനിക്കറിയാത്തതിന്റെ ശത്രുവായിരിക്കും എന്നൊരു ആപ്തവാക്യമുണ്ടല്ലോ. അറിയാത്തതാണ് ഈ ഗ്രന്ഥം തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണം. ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ചൂഷണമുക്തമായ ഏകദൈവ വിശ്വാസമാണ്. മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്, പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത്, തന്റെ ശിരസ് നമിക്കേണ്ടത് വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത ഏകനായ ദൈവത്തിന് മാത്രമാകണം. രണ്ടാമത്തെ, ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ജീവിതത്തിന്റെ സാരാംശം മരണം ജീവിതത്തിന്റെ അവസാനമല്ല, മരണത്തിന് ശേഷം നന്മ ചെയ്തവർക്ക് പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും നൽകപ്പെടുന്ന ഒരു ലോകം വരാനിരിക്കുന്നു എന്നതാണ്. മൂന്നാമതായി, ഈ ഗ്രന്ഥം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജീവിതഗന്ധിയായ വ്യത്യസ്ത തലങ്ങളുമായി ബന്ധപ്പെട്ട സാരാംശങ്ങളാണ്. ഒന്ന്, മനുഷ്യജീവിതത്തിൽ അനിവാര്യമായ കുടുംബജീവിതം. മാതാപിതാക്കൾ, നമുക്ക് ജന്മം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, അവരെ ആദരിക്കണമെന്നാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അയൽവാസി, അവൻ ഏത് മതവിശ്വാസിയാകട്ടെ, ആ അയൽവാസിക്ക് നന്മ ചെയ്യണമെന്നാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അതേപോലെ ദരിദ്രരായ, അഗതികളായ ആളുകൾ, പട്ടിണിപ്പാവങ്ങളായ ആളുകൾ, അവർക്ക് പുണ്യം ചെയ്യണമെന്നാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പരസ്പര സഹായത്തിന്റെയും സഹകരണത്തിന്റെയും ഏകദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കുമ്പോഴും ഈ ഗ്രന്ഥം പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ്. അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധനാമൂർത്തികളെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കരുത് എന്നാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. വർഗീയ മുക്തമായ ഏകദൈവ വിശ്വാസം ലോകത്തിന്റെ മുമ്പിൽ ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഭാര്യയെ ആദരിക്കണം, ബഹുമാനിക്കണം, അവളെ പീഡിപ്പിക്കാൻ പാടില്ല, അയൽവാസിക്ക് നന്മ ചെയ്യണം, അഗതിയുടെ കണ്ണീരൊപ്പണം. ജീവിതത്തിലെ നന്മകൾ മാത്രമാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. 14 നൂറ്റാണ്ട് ലോകത്ത് കടന്നുപോയി സഹോദരങ്ങളെ. 14 നൂറ്റാണ്ട് കൊണ്ട് എന്തൊക്കെ മാറ്റം സംഭവിച്ചു നമുക്കറിയാം. സാങ്കേതിക രംഗത്ത്, ശാസ്ത്ര രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത്. പക്ഷേ 14 നൂറ്റാണ്ട് നന്മ ഇന്നും നന്മയാണ്. കൊല്ലരുതെന്ന് പറഞ്ഞു, പരസ്പരം സ്വത്ത് ചെയ്യരുത് പറഞ്ഞു, പലിശ പാടില്ല എന്ന് പറഞ്ഞു, അന്യന്റെ സ്വത്ത് അപഹരിക്കരുത് എന്ന് പറഞ്ഞു, രക്തം ചിന്തരുത് എന്ന് പറഞ്ഞു. 14 നൂറ്റാണ്ട് മുമ്പ് ഈ ഗ്രന്ഥം നന്മയെന്ന് എന്തു പഠിപ്പിച്ചുവോ അതെന്നും നന്മയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ഈ ഗ്രന്ഥം പറഞ്ഞു പരസ്പരം രക്തം ചിന്തരുത് എന്ന്, വ്യഭിചരിക്കരുത് എന്ന്, അന്യായങ്ങളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് ഈ ഗ്രന്ഥം 14 നൂറ്റാണ്ട് മുമ്പ് എന്തു പറഞ്ഞുവോ അതെന്നും തിന്മയാകുന്നു. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയത്തിന്റെ സാരാംശമാണ്. മറ്റേത് ഗ്രന്ഥം നിങ്ങൾ വായിച്ചാലും അതോടൊപ്പം ഈ ഗ്രന്ഥം വായിച്ചിട്ടില്ലെങ്കിൽ, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ, ഇതിലൂടെ ജീവിതം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടമാകുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ച ജനതയിലേക്ക് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥം കടന്നു വന്നത്. അതെ, ലോകത്തിന്റെ മുമ്പിൽ വായിക്കാൻ ആവശ്യപ്പെട്ട, പഠിക്കാൻ ആവശ്യപ്പെട്ട, മനുഷ്യനോട് മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യനോട് പഠിക്കാൻ ആവശ്യപ്പെട്ട ഗ്രന്ഥം. ആ കൽപ്പനയാണ് ലോകത്തെ മാറ്റിമറിച്ച തത്വചിന്തകന്മാരും ഭിഷഗ്വരന്മാരും ബുദ്ധിജീവികളും ഈ ഗ്രന്ഥവുമായി പിൽക്കാലത്ത് ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടാകാൻ കാരണം. എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ബുദ്ധിയും വിവേകവുമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ മറ്റു ഗ്രന്ഥങ്ങൾ വാങ്ങുന്നതോടൊപ്പം ഈ ഗ്രന്ഥം പഠിക്കാൻ തയ്യാറാവുക. ഈ ഗ്രന്ഥത്തിന്റെ പരിഭാഷകൾ ലോകത്തെ എല്ലാവിധ പ്രധാന
ഭാഷകളിലും ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ വെളിച്ചം നമുക്ക് നൽകുന്ന, നന്മയുടെ സാരാംശങ്ങൾ പഠിപ്പിച്ചു തരുന്ന, തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഈ ഗ്രന്ഥം അറിയാതെ പോകരുതേ. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതം, മരണാനന്തര ജീവിതം, അത് എന്ത് എന്ന് കൃത്യമായി അറിയാൻ, ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും മനസ്സിലാക്കാൻ നിങ്ങൾ വായിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. മഹത്തായി ഗ്രന്ഥം തിരിച്ചറിയുക. അറിവിന്റെ സാരാംശം, വിജ്ഞാനത്തിന്റെ സാഗരം, വിപ്ലവത്തിന്റെ കാഹളധ്വനി, അതെ, അധർമ്മത്തിനെതിരെയുള്ള എന്നുമുള്ള പോരാട്ടത്തിന്റെ ആയുധം മഹത്തായ ഗ്രന്ഥം. രക്തം ചിന്താനല്ല, വർഗീയതക്കല്ല, കലാപത്തിനല്ല, മറിച്ച് അറിഞ്ഞും പഠിച്ചും ദൈവത്തിന്റെ മുമ്പിൽ വിനയാന്യതരായി സ്നേഹം പങ്കിട്ട് സൗഹാർദ്ദത്തിന്റെ ഭൂമികയിൽ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം, ഇതുമായിട്ടാകണം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നിന്ന് നിങ്ങൾ പടിയിറങ്ങി പോകേണ്ടത് എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.